സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി, അതായത് എൻ്റെ മകൻ ഒരിക്കലും യാചകനാകില്ല. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. ഇതിൻ്റെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് വരുന്നത് നമ്മുടെ ദേവ് മെഹ്തയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ചെറിയ അംശമാണ് നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. The story narrates the journey of a child who loses his sight at the age of 3.5 due to meningitis. അപ്പോൾ ഈ ഒരു കഥ, ദാറ്റ് ഈസ് ദ സ്റ്റോറി, നറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരിക്കുക. ദ ജേർണി ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര. ഹു ലോസസ് ഹിസ് സൈറ്റ് അറ്റ് ദി ഏജ് ഓഫ് 3.5. അപ്പം ഈ ഒരു കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ആ ഒരു കുട്ടിയുടെ സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച എന്നാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഹൂ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ദേവ് മെഹ്തേനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ദേവ് മെഹ്തക്ക് അവൻ്റെ ഏജ് ഓഫ് 3.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടത്? ജനിക്കുമ്പോഴേ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, 3.5 വയസ്സിലാണ്. കാരണം അതിന് കാരണം മെനിഞ്ചൈറ്റിസ് മുഖേനയാണ് ഈ ഒരു ദേവ് മെഹ്തയ്ക്ക് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗലോ ബാക്ടീരിയൽ വൈറസ് ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ബ്രെയിനിനെയും സുഷുമ്നാ നാഡിയെയും ബാധിക്കുന്ന ഒരു രോഗമാണ് അത്. ഈ ഒരു ദേവ് മെഹ്തേൻ്റെ കേസിൽ എന്താണ്? അവൻ്റെ ഈ ഒരു വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ദ ലോസ് ഓഫ് വിഷൻ ഇറേസസ് all visual memories, leaving the boy to experience life through his other senses. എന്താ പറയുന്നത്? ഇനീഷ്യലി, തുടക്കത്തിൽ തന്നെ, ദ ലോസ് ഓഫ് വിഷൻ. എന്താണ് വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച എന്നാണ് അല്ലേ? കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടത്. ഇറേസസ് ഓൾ വിഷ്വൽ മെമ്മറീസ്, നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മെനിഞ്ചൈറ്റിസ് രോഗം കാരണം ആർക്ക്? ദേവ് മെഹ്തയ്ക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ലീവിങ് ദ ബോയ് ടു എക്സ്പീരിയൻസ് ലൈഫ് ത്രൂ ഹിസ് അതർ സെൻസസ് സച്ച് ആസ് ടച്ച്, ഹിയറിംഗ് ആൻഡ് സ്മെൽ. അതായത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണല്ലേ ഉള്ളത്. ഈ ഒരു എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ വേണ്ടി, പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. അതിൽ ഒന്ന് നഷ്ടമായി ഈ ഒരു ദേവ് മെഹ്തയ്ക്ക്. ബാക്കിയുള്ള 4 വഴിയാണ് ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നത്. അതാണ് ഈ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ലീവിങ് ദ ബോയ് ടു എക്സ്പീരിയൻസ് ലൈഫ് ത്രൂ. അപ്പം ഈ ഒരു വിഷ്വൽ സെൻസേഷൻ അവനിൽ നിന്ന് പോയിരിക്കുന്നു. അപ്പം ഈ ബാക്കിയാക്കിയത് എന്താണ്? ലീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാക്കുക. ദ ബോയ് ടു എക്സ്പീരിയൻസ് ലൈഫ് ത്രൂ. ഈ ഒരു ലൈഫ് പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യാൻ അവൻ എന്താണ്? ഹിസ് അതർ സെൻസസ്, അവൻ്റെ മറ്റുള്ള സെൻസസ്, ബാക്കി 4 സെൻസസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സച്ച് ആസ് ടച്ച്, ഹിയറിംഗ് ആൻഡ് സ്മെല്ല്. അപ്പം എന്താണ്? ടച്ച് ചെയ്യുക അല്ലേ? ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും. കാഴ്ച ഇല്ല, അപ്പോൾ എന്താണ്? കേൾവി ശക്തി ഉണ്ട്. പിന്നെ സ്മെല്ല് ചെയ്യാനുള്ളൊരു ശേഷിയും അവന് വരുന്നുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് ബ്ലൈൻഡ്നെസ് ഹിസ് ഫാമിലി സ്ട്രഗിൾസ് ടു അഡാപ്റ്റ് ടു ദി സിറ്റുവേഷൻ അല്ലേ? അവന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ട് പോലും, ഡെസ്പൈറ്റ് ഹിസ് ബ്രൈറ്റ്നെസ്, ഹിസ് ഫാമിലി സ്ട്രഗിൾസ് ടു അഡാപ്റ്റ് ടു ദി സിറ്റുവേഷൻ. അപ്പോൾ എന്താണ്? ബോൺ ചെയ്തപ്പോഴേ, അതായത് ജനിച്ചപ്പോഴേ കുട്ടിക്ക് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മെനിഞ്ചൈറ്റിസ് കാരണമാണ് ആ ഒരു ബ്ലൈറ്റ്നെസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവൻ്റെ കുടുംബത്തെ കൂടെ ഇത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അത് ആ ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഈ ഒരു ബ്ലൈൻഡ്നെസ് മുഖേന വല്ലാതെ പാടുപെട്ടിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്യാൻ പാടുപെടുക. ഹിസ് ഫാദർ എ ഡോക്ടർ accepts the reality and seeks practical solutions. അപ്പം ഈ ഒരു ദേവ് മെഹ്തൻ്റെ അച്ഛൻ എന്തായിരുന്നു?
ഒരു ഡോക്ടറായിരുന്നു. എ ഡോക്ടർ accepts the reality and seeks practical solutions. എന്താണ്? അക്സെപ്റ്റ് ചെയ്തു, വിശ്വസിച്ചു, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടു. അതാണ് അക്സെപ്റ്റൻസി എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊണ്ടു. ദ റിയാലിറ്റി, ശരിക്കും എന്താണോ ലൈഫിൽ നടക്കുന്നത് അത് ആ ഒരു ഫാദർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മകനിപ്പം ബ്ലൈൻഡ് ആയിട്ടുണ്ടെന്ന്. ആൻഡ് സീക്സ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ആ ഒരു അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷയാണ്, ഹോപ്പാണ് അവിടെ വരുന്നത്. മകന് കാഴ്ച കിട്ടിയേക്കാം, കാരണം ഒരു ഡോക്ടറാണല്ലോ. ചിലപ്പം പൂർണ്ണമായിട്ട് ഇല്ലാതായേക്കാം, അല്ലെങ്കിൽ കിട്ടിയേക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം സീക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് അദ്ദേഹം തിരയാണ്. while his mother initially holds on to hope and turns. അപ്പോൾ ഈ ഒരു ദേവ്മഹത്തൻ്റെ മദർ എന്താ ചെയ്യുന്നത്? അച്ഛനൊരു ഹോപ്പിൽ നിൽക്കുകയാണ്, ഒപ്റ്റിമിസ്റ്റിക് ഫീലിങ്ങിലാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് അദ്ദേഹത്തിന്. അവൻ്റെ മദറാണെങ്കിൽ ഇനീഷ്യലി ഹോൾഡ്സ് ഓൺ ടു ഹോപ്പ് ആൻഡ് ടേൺസ്. ശരിക്കും ഹോപ്പ് അവൻ്റെ മദറും വെക്കുന്നുണ്ട് അല്ലേ? on to hope and turns to religious rituals and traditional remedies. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ അമ്മ ഒരു ഹോപ്പ് പ്രതീക്ഷ വെക്കുന്നത്? അതായത് റിലീജിയസ് റിച്വൽസ്, റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങൾ, റിച്വൽസ്, പിന്നെ പരമ്പരാഗതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളിലൂടെയുമാണ് ഇവൻ്റെ അമ്മ. അതാണ് കേട്ടോ റിലീജിയസ് റിച്വൽസ് ആൻഡ് ട്രഡീഷണൽ റെമഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളും വഴി ഈ ഒരു വേദ് മെഹത്തൻ്റെ അമ്മ അവന് പ്രതീക്ഷ കൊടുക്കുകയാണ്. അവനല്ല, ആ ഒരു അമ്മ തന്നെ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്, മകന് തീർച്ചയായിട്ടും കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞിട്ട്. The family faces challenges including societal ignorance about the potential of blind children and the misguided advice of quacks and pundits. അപ്പോൾ ഈ ഒരു ലൈൻസ് എന്താ പറയുന്നത്? ദ ഫാമിലി, അവർ ഫാമിലി ഫേസസ് ചലഞ്ചസ് അല്ലേ, നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള ചലഞ്ചസും അവർ നേരിടുന്നുണ്ട്. ഇൻക്ലൂഡിങ് സൊസൈറ്റൽ ഇഗ്നോറൻസ്. സൊസൈറ്റൽ ഇഗ്നോറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ അറിയാം, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒന്നെങ്കിൽ സിമ്പതി ആയിരിക്കും വരുന്നത് അല്ലേ, ബ്ലൈൻഡ് ആയിട്ടുള്ളവരോട് നമ്മൾ സിമ്പതി ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ പിന്നെ ആണെങ്കിൽ അവർക്ക് ഇപ്പം വിദ്യാഭ്യാസം കൊടുക്കാനാണെങ്കിലും പല രീതിയിലും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് പലതും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ പൊട്ടൻഷ്യൽ ഓഫ് ബ്ലൈൻഡ് ചൈൽഡ്. തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ, എന്തെങ്കിലും ഒരു സ്കില്ലോ എന്തെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിന് ഉപരി അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു സൊസൈറ്റൽ ഇഗ്നോറൻസിലൂടെ ഈ ഒരു കഥ വെളിവാക്കുന്നത്. അതായത് പല രീതിയിലും ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടീനെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ മിസ്ഗൈഡഡ് അഡ്വൈസ് ഓഫ് ക്വാക്സ് ആൻഡ് പണ്ഡിറ്റ്സ്. അപ്പോൾ മിസ്ഗൈഡഡ് അഡ്വൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നോർമലി പ്രാക്ടിക്കൽ കേസിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഹെൽപ്പോട് കൂടെ തന്നെ നമുക്ക് അവൻ്റെ ബ്ലൈൻഡ്നെസ് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ചില അഡ്വൈസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ക്വാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ കപട വൈദ്യൻ എന്നൊക്കെ പറയില്ലേ, അവരാണ് ക്വാക്സ് വരുന്നത്. ആൻഡ് പണ്ഡിറ്റ്സ് അറിയാലോ, പണ്ഡിതന്മാർ. അപ്പോൾ ഇവരൊക്കെ ചില രീതിയിലും പല രീതിയിലും ഇവരെ മിസ്ഗൈഡ് ചെയ്യും. ഇതൊക്കെ ചെയ്താൽ മതി, ഇത്ര പൂജകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങൾ മാറും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാരണം അവൻ്റെ അമ്മ ഒരു തികഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ കൈകളിലെടുക്കാൻ ഈ ഒരു ക്വാക്സിനും പണ്ഡിറ്റ്സിനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി however the father's determination leads him to seek educational opportunities for his son. അപ്പോൾ എന്നിരുന്നാലും എന്താണ് ദ ഫാദേഴ്സ് ഡിറ്റർമിനേഷൻ അല്ലേ, ആ ഒരു ദൃഢനിശ്ചയമാണ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ്റെ ദൃഢനിശ്ചയം ലീഡ്സ് ഹിം ടു സീക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്.
അപ്പം അച്ഛനൊരു ദൃഢനിഷ്ഠയം ഉണ്ടായിരുന്നു സൊസൈറ്റൽ ഇഗ്നോറൻസ് വഴി, അതായത് സമൂഹത്തിൽ നിന്നുള്ള ആ ഒരു പരിഹാസങ്ങളായാലും എന്തും സിമ്പതി വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊന്നും എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ഇനി അവനുള്ള ഫ്യൂച്ചറിനെ ഒരിക്കലും ബാധിക്കില്ല. അങ്ങനെ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഫാദറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ലീഡ് ചെയ്തു ഹിം ടു സീക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹിസ് സൺ. അതായത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാദർ എന്താക്കി, ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള എൻ്റെ കുട്ടിക്ക് പോലും പഠിക്കാൻ കഴിയും, അവന് ഏതെങ്കിലും വിധത്തിൽ പഠനത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവനത് കൊടുക്കുമെന്നാണ് ഈ ഒരു അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എൻ്റെ മകൻ ഒരിക്കലും യാചകനാകില്ല. ഇവിടെ തന്നെ ആ ഒരു ഫാദറിൻ്റെ ഡിറ്റർമിനേഷനാണ് നിങ്ങൾ കാണുന്നത്. കാരണം സൊസൈറ്റൽ ഇഗ്നോറൻസ് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞല്ലോ, സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടാണ് ഒരു അംഗവൈകല്യം മീൻസ് ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവന് പല പരിമിതികളുമുണ്ട്, അവൻ്റെ പൊട്ടൻഷ്യൽ അവനെന്താണോ അത് വെച്ചിട്ട് അവന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിക്ക്. അപ്പം ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതെല്ലാം വെറുതെയാണ്. ചിലപ്പോൾ അവർ ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഇങ്ങനെ സമൂഹത്തിൽ എന്തെങ്കിലും ഇത് കൂടുതൽ നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് പറയുന്നത്. അപ്പം അവർ കൂടുതലും ഇങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാവില്ല, ഫുട്പാത്തിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ കച്ചവടം നടക്കുക, അല്ലെങ്കിൽ ബെഗറാവുക, യാചകനാവുക, ഈ ഒരു ഫോമാറ്റിലേക്ക് അവർ മാറത്തുള്ളൂ. കൂടുതലായിട്ട് അവർക്ക് വലുതായിട്ടൊന്നും നേടാൻ പറ്റത്തില്ല എന്നാണ് ആ ഒരു സൊസൈറ്റിയുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിളിനോടുള്ള കാഴ്ചപ്പാട് വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ശ്രമിക്കുന്നത്. Defying the norm that blind people in India often resort to begging or simple trades. അപ്പോൾ എന്താണ് ഡിഫൈങ് ദ നോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എതിർക്കണം. ഈ ഒരു മാനദണ്ഡത്തെ നിഷേധിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിൾസിനും ബ്ലൈൻഡ് പീപ്പിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാഴ്ച കാണാത്ത ആളുകൾക്കും ഓഫൺ റിസോർട്ട് ടു ബെഗിങ് ഓർ സിമ്പിൾ ട്രേഡ്സ്. അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവർ റിസോർട്ട് ടു ബെഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭിക്ഷാടനം അല്ലെങ്കിൽ സിമ്പിൾ ട്രേഡ്സ്, ഇങ്ങനെ റോഡരികിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കച്ചവടം നടത്തല്ലോ, അതാണ് സിമ്പിൾ ട്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മാനദണ്ഡം. ഇവരിങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഇങ്ങനെ ആയിരിക്കും പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു മാനദണ്ഡത്തെ അല്ലെങ്കിൽ ആ ഒരു നോമിനെ ഡിഫൈ ചെയ്യാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ദേവിമഹത്തൻ്റെ അച്ഛൻ ചെയ്യുന്നത്. He learns about Dr. R.M. Haldar, the principal of the Dadar School for the Blind in Bombay, who promises to take personal responsibility for the child. അപ്പം ഈ ലൈൻ എന്താ പറയുന്നത്, ഹി ലേൺസ് അബൌട്ട് ഡോക്ടർ R.M. ഹാൽദർ. അപ്പം ഈ ഒരു അച്ഛൻ ഉണ്ടല്ലോ മകന് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും എന്നിട്ടുള്ളൊരു ഡിറ്റർമിനേഷനിലാണ്. കുറേ ആൾക്കാരെ റെഫർ ചെയ്തതിന് ശേഷം അവസാനം ഡോക്ടർ R.M. ഹാൽദറിനെ കുറിച്ചിട്ട് ഇദ്ദേഹം അറിയാണ്, ദേവിൻ്റെ അച്ഛൻ അറിയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, ദ പ്രിൻസിപ്പൽ ഓഫ് ദ ദാദർ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ബോംബെ. അപ്പോൾ ഈ ഒരു ഹാൽദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ബ്ലൈൻഡ്സിന് ബോംബെയിലുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കൂളാണ് ദാദർ സ്കൂള്. അവിടുത്തെ പ്രിൻസിപ്പളാണ് നമ്മുടെ ഡോക്ടർ R.M. ഹാൽദർ എന്ന് പറഞ്ഞിട്ടുള്ളത്. who promises to take personal responsibility for the child. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് പറഞ്ഞു, ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ ഹൂ എന്ന് റെഫർ ചെയ്യുന്നത് പ്രിൻസിപ്പിളിനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് പറഞ്ഞു, ഹൂ പ്രോമിസസ് ടു ടേക്ക് ദി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും നിങ്ങളുടെ മകനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റുകൊള്ളാം എന്നുള്ള ഇത് ആ ഒരു ദേവിൻ്റെ അച്ഛന് ഈ ഒരു പ്രിൻസിപ്പൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Though hesitant and emotional, the mother ultimately supports the decision to send her son far from home. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് മകനെ വിട്ടു നിൽക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇവർ താരതമ്യേന ഒരു സൊസൈറ്റിയിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള കുടുംബം തന്നെയാണ്. അതിൽ രണ്ടാമത്തെ മകനാണ് ദേവ് വരുന്നത്. ബാക്കി ഉള്ള സഹോദരങ്ങൾ
എന്താണ് അവർക്കും നല്ല വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്. കാരണം അച്ഛനൊരു ഡോക്ടറാണ്, അമ്മ ഹൗസ് വൈഫാണ്. എന്നിരുന്നാൽ പോലും രണ്ടാമത്തെ മകനെ അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, അവൻ്റെ അവൻ്റെ ഫ്യൂച്ചർ ലൈഫിലൊന്നും ബാധിക്കരുത് എന്ന് വെച്ചിട്ടാണ് അച്ഛൻ ഈ ഒരു കാര്യത്തിന് അവൻ്റെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അമ്മ അല്ലാതെ അവളുടെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഹെസിറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി ഉണ്ടായിട്ട് പോലും മകനെ വിട്ടയക്കാനുള്ള മടിയാണ് കേട്ടോ ഹെസിറ്റൻ്റ് എന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇമോഷണൽ അല്ലേ, അമ്മയ്ക്ക് എന്തായാലും ഒരു ഫീലിങ്സ് ഉണ്ടാവും മക്കളോട്. ഇതുവരെ ഈ ഒരു മകൻ തൻ്റെയോടൊപ്പം ആയിരുന്നു. ഇപ്പം കാഴ്ചയില്ലാത്ത ടൈമിൽ വേറൊരു സ്ഥലത്തേക്ക് അയക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെ അപേക്ഷിച്ച് ഇത് നല്ല ഹൃദയം ഒരു സങ്കടം കൂടുതലുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു അമ്മയ്ക്കും അതേപോലെ തന്നെയാണ്. ഹെസിറ്റൻ്റ് ആൻഡ് ഇമോഷണൽ, ദ മദർ അൾട്ടിമേറ്റ്ലി സപ്പോർട്ട്സ് ദി ഡിസിഷൻ ടു സെൻഡ് ഹർ സൺ ഫാർ ഫ്രം ഹോം. ഈ അമ്മ എന്തിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്? അൾട്ടിമേറ്റ്ലി സപ്പോർട്ട്, തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒപ്പീനിയനോട് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാണ്. ഡിസിഷൻ ടു സെൻഡ് ഹർ സൺ ഫാർ ഫ്രം ഹോം. അപ്പോൾ ഫാർ ഫ്രം ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറേ അകലയിലേക്ക്, അങ്ങനെയാണ് ഈ ഒരു ഫാർ ഫ്രം ഹോം എന്നുകൊണ്ട് പറയുന്നത്. ഡിസിഷൻ ടു സെൻഡ് ഹർ സൺ ഫാർ ഫ്രം ഹോം, അതായത് മകനെ വീട്ടിൽ നിന്നും കുറേ അകലയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഈ ഒരു അമ്മ പറയുകയാണ്. Trusting the father's judgment, the story highlights the family's journey of the resilience, love and determination to ensure the boy's potential is not limited by his blindness. അപ്പോൾ ട്രസ്റ്റിംഗ് ദി ഫാദേഴ്സ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു അമ്മ മകനെ ദൂരത്തേക്ക് പറഞ്ഞു വിടുന്നത് ഈ ഒരു അച്ഛൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വിധി ജഡ്ജ്മെൻറ്റ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസിഷൻ വേണമെങ്കിൽ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അമ്മ മകനെ ആ ഒരു ദാദാർ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഫാമിലീസ് ജേർണി ഓഫ് റെസിലിയൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത്രയ്ക്കും ഈ ഒരു കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലേ നല്ല രീതിയിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഈ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എന്തിനെ ഉദാഹരിച്ചിട്ടാണ്? റെസീലിയൻസ് അല്ലേ. ഈ ഒരു റെസീലിയൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും സഹിഷ്ണുതയും എല്ലാ സൊസൈറ്റിയിൽ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സഹിഷ്ണുത എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് എല്ലാ സാഹചര്യങ്ങളെ നേരിടാനുള്ള ആ ഒരു കഴിവ്, അതുകൊണ്ടും പിന്നെ ആണെങ്കിൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടായിരിക്കണം അല്ല ഒരു ഫാമിലിയിൽ. ആൻഡ് ഡിറ്റർമിനേഷൻ, ഒരു ദൃഢനിശ്ചയം. ടു എൻഷുർ ദ ബോയ്സ് പൊട്ടൻഷ്യൽ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ഹിസ് ബ്ലൈൻഡ്നെസ്, അതായത് എൻഷുർ ചെയ്യുക, ആ ഒരു എപ്പോഴും ഉറപ്പ് വരുത്തുകയാണ് എൻഷുർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയുടെ പൊട്ടൻഷ്യൽ എപ്പോഴും, അവൻ്റെ ഉള്ളിലെ കഴിവ് എപ്പോഴും അതേമാതിരി നിലനിർത്തിക്കൊണ്ട് ഈ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥയെന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു കഥയാണ്, ദേവിൻ്റെ ആത്മകഥ ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇതിലുള്ള ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. ഫാൾച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടറുക എന്നാണ്. ആൻഡ് ഫംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിങ്ങൽ. മംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറുപിറുക്കുക. അറ്റോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായശ്ചിത്തമാണ് വരുന്നത്. പെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തപസ്. സ്ട്രിനസ് ദാറ്റ് ഈസ് ശ്രമകരമായിട്ടുള്ള. ആൻഡ് ഹീഡഡ് എന്ന്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകുന്നതാണെങ്കിൽ first, was the writer's father happy that so many relatives came to sympathize with them that their son has gone blind? Tick the right answer. അപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ടിക്ക് ദി റൈറ്റ് ആൻസർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ദാറ്റ് ഈസ്, വാസ് ദി റൈറ്റേഴ്സ് ഫാദർ ഹാപ്പി? വാസ് ദി റൈറ്റേഴ്സ് ഫാദർ ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ എഴുതിയിരിക്കുന്ന റൈറ്റർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഹാപ്പി ആയിരുന്നു എന്ന്.
that so many relatives came to sympathize with them that their son has gone blind. എന്താണ്, കുറേ റിലേറ്റീവ്സ് അവരുടെ വീട്ടിലേക്ക് കെയിം ടു സിമ്പത്തൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എന്തിനു വേണ്ടിയിട്ട്, സിമ്പതി അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അല്ലേ. വിത്ത് ദം ദാറ്റ് ദെയർ സൺ ഹാസ് ഗോൺ ബ്ലൈൻഡ്, അതായത് അവരുടെ മകന് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം കുറേ റിലേറ്റീവ്സ് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ അത് ഈ ഒരു ദേവ് മെഹ്തൻ്റെ അച്ഛനെ സന്തോഷിപ്പിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണോ ഉള്ളത്, അതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നൊന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് യെസ് ഹി വോണ്ടഡ് സിമ്പതി. തീർച്ചയായും ഹി വോണ്ടഡ് സിമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക്, ആ ഒരു അച്ഛന് സിമ്പതി ആവശ്യമാണ് അല്ലേ. വോണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല അല്ലേ, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നോ, യെസ്, ഇല്ല, താല്പര്യമില്ല. ബിക്കോസ് ദേ അപ്സെറ്റ് ഹിസ് വൈഫ്. എന്താണ് ഇങ്ങനെ ആൾക്കാർ വരുന്നത് അവരുടെ വൈഫിനെ, അതായത് ദേവ് മെഹ്തൻ്റെ അമ്മേനെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണോ ശരിയായിട്ടുള്ളത്? അതുമല്ല, തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ആൻഡ് തേർഡ് വൺ ഇതെന്തായാലും ശരിയായിരിക്കില്ല. രണ്ടെണ്ണം തെറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ശരിയായിരിക്കും ഇവിടെ വരുന്നത്. ഏതെങ്കിലും ഒന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടെണ്ണം തെറ്റായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ശരിയായിരിക്കും ഒബ്വിയസ്ലി. നോ, ഹി ആസ്ക്ഡ് ഫോർ എ ട്രാൻസ്ഫർ ടു ഗെറ്റ് അവേ ഫ്രം ദം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ദേവ് മെഹ്തൻ്റെ വീട്ടിലേക്ക് ഇവനിങ്ങനെ ബ്ലൈൻഡ് ആയി കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലീസ്. അപ്പോൾ ഇങ്ങനെ സിമ്പതി അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇത് അവൻ്റെ അച്ഛനൊന്നും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ. അപ്പം നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് അദ്ദേഹം ഇങ്ങനെ സിമ്പതി അറിയിച്ചുകൊണ്ട് കുറേ പേര് വന്നു. ഇനിയിപ്പോൾ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോ, ഹി ആസ്ക്ഡ് ഫോർ എ ട്രാൻസ്ഫർ ടു ഗെറ്റ് അവേ ഫ്രം ദം. അതായത് ഇങ്ങനെ റിലേറ്റീവ്സ് വരുമ്പോൾ ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ എന്ന് പറഞ്ഞത്. നോന്ന് ഹി ആസ്ക്ഡ് ഫോർ എ ട്രാൻസ്ഫർ ടു ഗെറ്റ് അവേ ഫ്രം ദം. അപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിട്ട് അവർ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറെ എവിടെയെങ്കിലേക്കും പോകാമെന്ന് അവരുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോളം എ ഹാസ് നെയിംസ് ഓഫ് people in the story. Column B describes their feelings about the blind boy. അപ്പം കോളം എയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു കഥയിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. മദർ ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഫാദർ ഉണ്ട്, സെർവൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ സെർവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ്. അപ്പം ഇവരുടെ ഓരോരുത്തരുടെയും എന്താണ് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഫീലിങ്സ്, നമ്മുടെ ദേവ് മെഹ്തനോട് ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്തായിരുന്നെന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം മദറിൻ്റെ എന്തായിരിക്കും ഇവിടെ നമുക്ക് ബി സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ തോട്ട് ഹി വാസ് എവിൽ ഓർ ഹാംഫുൾ. അപ്പോൾ ഒരു അമ്മ ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലേ. കാരണം മകൻ എവിൽ അല്ലെങ്കിൽ ഒരു പിശാച് ഹാംഫുള്ളാണെന്ന് അമ്മ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവരുടെ സ്നേഹം തന്നെയാണ് മകനെ ബാക്കി ദൂരത്തേക്ക് പറഞ്ഞു വിടരുതെന്ന് ആദ്യം ക്ഷണിച്ചത്. പിന്നെ പണ്ഡിറ്റ്സിനൊക്കെ കണ്ടത് അവൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അമ്മ ഇതിങ്ങനെ വിചാരിക്കത്തില്ല. ഇനി അച്ഛൻ വിചാരിക്കും ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ കാണത്തേയില്ല. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കേസിലാണെങ്കിലും സിസ്റ്റേഴ്സും സ്വന്തം അഞ്ചനാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ചേട്ടനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും കാണില്ല. അപ്പോൾ ആരായിരിക്കും? സെർവൻസ് ആണ് ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടുള്ളത്. തോട്ട് ഹി വാസ് എവിൽ ഓർ ഹാംഫുൾ. കാരണം ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയല്ലേ, അവരുടെ കണ്ണ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടി വരെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ട്രൈഡ് ഓൾ ദി ടൈം. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ക്രൈ ഓൾ ദ ടൈം അമ്മയ്ക്ക് വേണമെങ്കിൽ കൊടുക്കുക അല്ലേ. അമ്മയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം നോക്കുന്ന മകൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ മകൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അപ്പം അമ്മയാണ് ക്രൈ ഓൾ ദ ടൈം വരുന്നത്. എൻ്റെ തേർഡ് വൺ നമുക്ക് നോക്കാം. ട്രീറ്റ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റ് ഡോൾ. ഒരു ഡെലിക്കേറ്റ്, അത്രയ്ക്കും ദുർബലമായിട്ടുള്ള, ഡെലിക്കേറ്റ് എന്ന് വെച്ചാൽ ദുർബലമായിട്ടുള്ള പാവ. ഡോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പാവയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാവേനെ നോക്കുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റ് ഡോൾ. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കാം? നമുക്ക് സിസ്റ്റേഴ്സാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സിസ്റ്റേഴ്സിന് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ
പാവാണ് എൻ്റെ ബ്രദർ, അങ്ങനെ ശരിക്കും ദുർബലമായിരിക്കുകയാണ് അല്ലേ, ഒരു ബ്ലൈൻഡായി പോയതാണ് അവന്. അപ്പോൾ അതേ രീതിയിലാണ് സിസ്റ്റേഴ്സ് അവനെ കെയർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്തായാലും തീർച്ചയായിട്ടും അച്ഛന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. ബാക്കി 3 നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് വൺ വരുന്നത് ഫാദറിൻ്റെ. ഫാദർ എന്താണ് പറയുന്നത്, അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ്? ഹാഡ് എ ലിറ്റിൽ ഹോപ്പ് ദാറ്റ് ഹി വുഡ് സീ എഗെയിൻ ബട്ട് തോ ഹി വാസ് ലക്കി ടു ഹാവ് എസ്കേപ്ഡ് ഡെത്ത്. അപ്പോൾ അച്ഛൻ എന്താണ്, ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, മകൻ തീർച്ചയായിട്ടും എന്താണ് കാഴ്ച കിട്ടിയേക്കാം എന്നിട്ടുള്ള ഒരു ഹോപ്പുണ്ട്. കാരണം അവന് ഇപ്പം ഒരു ലക്കിയാണ്, കാരണം ഡെത്തിൽ നിന്ന് അവന് വിജയിച്ച് വരികയാണ്. മെനിഞ്ചൈറ്റിസ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇൻ കേസ് അത് ഡെത്തിലേക്ക് അവസാനിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി വരികയാണ്. അപ്പം തീർച്ചയായിട്ടും അവന് എന്താണ് കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മാച്ചിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൗ ഡിഡ് വേഡ്സ് ഫാദർ റിയാക്ട് ടു ദി സിറ്റുവേഷൻ? ടിക്ക് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് വേദിൻ്റെ ഫാദർ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്? ഹി വാസ് അൺഹാപ്പി, ഹി വാസ് അഫ്രെയ്ഡ്, ഹി വാസ് ഒപ്റ്റിമിസ്റ്റിക്, ഹി അക്സെപ്റ്റ് ദി സിറ്റുവേഷന്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വേദിന് കണ്ണ് നഷ്ടപ്പെട്ടിട്ടുള്ള സിറ്റുവേഷനാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഹൗ ഡിഡ് വേഡ്സ് ഫാദർ റിയാക്ട് ടു ദി സിറ്റുവേഷൻ. അപ്പോൾ എങ്ങനെ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് അവൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഹി വാസ് അൺഹാപ്പി. ശരിക്കും അത് അൺഹാപ്പി ആണ് അല്ലേ, ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു അൺഹാപ്പി എന്ന് പറയുന്നത്. പക്ഷെ അതാണോ ശരിക്കും അവരുടെ അച്ഛൻ്റെ കേസിൽ വരുന്നത്? അമ്മയുടെ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു അൺഹാപ്പിയാണ്, കാരണം മകൻ്റെ സാഡ്നെസ് ആയിരിക്കും വരുന്നത്. പക്ഷെ അച്ഛൻ്റെ കേസിൽ വരുന്നതാണെങ്കിൽ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്രൈഡ് ആണോ? അല്ല അല്ലേ, അച്ഛൻ പേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളൊരു ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു, ഹോപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാമെന്ന്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ. ഹി വാസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പിന്നെ ഇതൊരു ഹി ആക്സെപ്റ്റ് ദി സിറ്റുവേഷന്, അതും കറക്റ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ എക്സാക്ട്ലി ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം മാത്രമല്ല എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. തീർച്ചയായും അവരുടെ മകന് കണ്ണ് കിട്ടുമെന്ന് ആ ഒരു വിഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ഫ്രേസ് പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്. അപ്പം ഇതിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഫ്രേസ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്, ഈ ഒരു ഫ്രേസ് കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് എടുത്തെഴുതിയാൽ മതി. വാട്ട് ദി ചൈൽഡ് വോണ്ട്സ് ടു ഡു എന്ന്, എന്താണോ ആ ചൈൽഡിന് ചെയ്യാൻ പറ്റുന്നത് അത്, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് അതാണ് കേട്ടോ വാട്ട് ദ ചൈൽഡ് വോണ്ട്സ് ടു ഡു. അവൻ എന്താണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ വാട്ട് ഹീ ക്യാൻ ഡു, അതായത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവൻ എന്താണോ ചെയ്യുന്നത് അതാണ് വാട്ട് ഹീ ക്യാൻ ഡു എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹീ ക്യാൻ ഡു എന്ന്, എന്തൊക്കെ അവന് ചെയ്യാൻ പറ്റത്തില്ല എന്ന്, അതാണ്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ് എന്ന് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ അവന് ചെയ്യാൻ പറ്റും എന്നതാണ് കേട്ടോ. വാട്ട് ഹീ ക്യാൻ ഡു, അതാണ് പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ് വരുന്നത്. ഇനി ഫിഫ്ത്ത് വൺ നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് വേഡ്സ് മദർ തിങ്ക് ഹാഡ് കോസ്ഡ് ഹെർ സൺസ് ബ്ലൈൻഡ്നെസ്, വിച്ച് വേർഡ് ഇൻ ദി ടെക്സ്റ്റ് ടെൽ യു ദിസ് എന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വേദിൻ്റെ മദർ എന്ത് ചിന്തിച്ചിട്ടാണ് പറയാൻ കാരണം ആ ഒരു മകന് ബ്ലൈൻഡ് ആയെന്ന്, സൺസ് ബ്ലൈൻഡ്നെസ്. വിച്ച് വേർഡ്സ് ഇൻ ദ ടെക്സ്റ്റ് വിൽ യു ടെൽ ദിസ്ന്ന്. അപ്പോൾ ഈ ഒരു വേർഡ് പറയുന്നത് ടെക്സ്റ്റിൽ സംതിങ് ഇൻ ദ പാസ്റ്റ് ഫോർ ഹെർ ട്രാജഡി, സംതിങ് ഇൻ ദി പാസ്റ്റ് ഫോർ ഹെർ ട്രാജഡി. അപ്പോൾ ഇതൊരു ടെക്സ്റ്റിലുള്ളൊരു വേർഡാണ് കേട്ടോ വരുന്നത്. അപ്പം ടെക്സ്റ്റിലുള്ള വേർഡാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ എഴുതാം.
സംതിങ് ഇൻ ദ പാസ്റ്റ് ഫോർ ഹെർ ട്രാജഡി. അതായത് ടെക്സ്റ്റിൽ ഈ ഒരു അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മകൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു കാഴ്ചയില്ലായ്മയ്ക്ക് കാരണം ഇവള് മുൻപേ അവളുടെ മുൻ ജന്മത്തിൽ ചെയ്ത എന്തോ ഒരു, അല്ലെങ്കിൽ അന്ന് സംഭവിച്ച എന്തോ കാരണം കൊണ്ടാണെന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലൈൻ വരുന്നത്, വാട്ട് ഡിഡ് ദി പണ്ഡിറ്റ്സ് അഡ്വൈസ് ഹെർ ടു ഡു? മെൻഷൻ 2 തിങ്സ്. എന്തൊക്കെയാണ് പണ്ഡിറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം പണ്ഡിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻറ്റൻസീവ് പ്രേയേഴ്സ്, സ്ട്രെനസ് ഫിസിക്കൽ എക്സസൈസ്. അപ്പം എന്താണ് ഇൻറ്റൻസീവായിട്ടുള്ള പ്രെയർ, എപ്പോഴും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ എക്സസൈസും ചെയ്തുകൊണ്ടിരിക്കാനാണ് പണ്ഡിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡിഡ് ദി ഹക്കീംസ് പ്രിസ്ക്രൈബ് ഫോർ ഹിം? ഹക്കീംസ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, യുനാനി ചികിത്സ നടത്തുന്ന ആൾക്കാരെയാണ് ഹക്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ് അമ്മേനോട് പ്രിസ്ക്രൈബ് ചെയ്തത്, എന്താണ് പറഞ്ഞു കൊടുത്തത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന്, ഈ കുട്ടിയുടെ കാഴ്ചശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നെയിം 2 തിങ്സ്, അത് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന് പറയുന്നത് കൺകോഷൻസും സുർമാസും. സുർമ എഴുതാനും പിന്നെ അവരുടെ കാര്യങ്ങൾ ചൊല്ലാനും ആണ് ഈ ഒരു അമ്മേനോട് ആര് പറഞ്ഞിട്ടുള്ള ഹക്കീംസ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, Ved's father was angry when his wife used the Hakim's medicines on Ved because. അപ്പോൾ വേദ്സിൻ്റെ ഫാദർ, അത് വേദിൻ്റെ ഫാദർ ആംഗ്രി ആയിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ വൈഫിനോട്. ഹിസ് വൈഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം? യൂസ്ഡ് ദ ഹക്കീംസ് മെഡിസിൻ, അതായത് ഈ ഒരു യുനാനി ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ് ഹക്കീംസ്. ഇവർ കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് ആരുടെ മേൽ പ്രയോഗിച്ചു? ഓൺ വേദ്സ്, വേദിൻ്റെ മേലിൽ പ്രയോഗിച്ചതിനെ കൊണ്ടാണ് അച്ഛൻ ദേഷ്യപ്പെടാൻ കാരണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് ടേക്ക് ഹിസ് പെർമിഷൻ. ഷീ ഡിഡ് നോട്ട് ടേക്ക് ഹിസ് പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ? വേദിൻ്റെ അച്ഛൻ്റെ പെർമിഷൻ, അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ആൻഡ് ദേ മെയ്ഡ് വേദ് അൺകംഫർട്ടബിൾ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹക്കീംസ് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് ഉണ്ടോ, മെഡിസിൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സുർമയാണ് കേട്ടോ. സുർമയാണ് ഈ ഒരു യുനാനി ചികിത്സക്കാർ ബ്ലൈൻഡ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വേദിനെ കുറച്ച് അൺകംഫർട്ടബിളായിട്ട്, അവന് അത്ര ഒരു സുരക്ഷിതത്വം തോന്നാത്ത രീതിയിലാണ് അത് പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ദേ ഡിഡ് നോട്ട് ഡു ഹിം എനി ഗുഡ്. എന്താണ് അത്? ഈ ഒരു സുർമ പ്രയോഗിച്ചത് കാരണം തന്നെ ഒന്നും തന്നെ പ്രത്യേകിച്ച് വല്ല മാറ്റങ്ങളൊന്നും തന്നെ വേദിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്താൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. അതിൽ രണ്ടാമത്തേതാണ് കേട്ടോ ശരിയായിട്ട് ആൻസർ. കാരണം വേദിനത് അൺകംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു സുർമ ഇട്ടിട്ട് പോലും അവന് വല്ലാത്ത നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മോസ്റ്റ് ഇൻസെക്യൂരിറ്റി വരുന്ന ആ ഒരു സിറ്റുവേഷനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അച്ഛന് അത് ദേഷ്യം പിടിച്ചത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് വരുന്നത്. ഡിഡ് ദി ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ്? ഇഫ് സോ വിച്ച് വേർഡ് ഇൻ ദ ടെക്സ്റ്റ് ടെൽ യു സോ? അപ്പം ഇത് ചോദിച്ചത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ട്രീറ്റ്മെൻറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ടെക്സ്റ്റിൽ ഏത് സെൻറ്റൻസാണ് അല്ലെങ്കിൽ ഏത് വേർഡ്സാണ് അതിനെ കുറിച്ച് പറയുന്നതെന്ന്. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ വരുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ദെൻ ഹീ ജനറലി ലിഫ്റ്റഡ് മീ, കൺസെൻറ്റ് ഇൻ അഡ്വാൻസ്. അപ്പം ഈ അമ്മ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഒരു വേദിന് ഇങ്ങനെ സുർമാസ് പ്രയോഗിച്ച് കഴിഞ്ഞപ്പം അവന് ഫസ്റ്റ് തന്നെ അൺകംഫർട്ടബിളായി. പിന്നെ അമ്മേൻ്റെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് പിന്നീട് അവൻ എന്താണ് അതിന് ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ ഹീ ജനറലി ലിഫ്റ്റഡ് മീ, കൺസെൻറ്റ് ഇൻ അഡ്വാൻസ്. അവന് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഒരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അനുവാദം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആൻസേഴ്സ് ഇവിടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു 9th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.